എവിക്ഷൻ അൺഫെയർ ആണോ ഫെയർ ആണോ എന്ന് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. അതിപ്പോൾ എനിക്ക് പേഴ്സണലി പറയാൻ പറ്റില്ല. ഇത് അൺഫെയർ എവിക്ഷൻ ആണെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം 80% പുറത്തുനിന്ന് ആൾക്കാർ പറയുന്നത് ഫെയർ എവിക്ഷൻ ആണെന്നാണ്. പേഴ്സണൽ ആയിട്ട് പറയുക, ഐ ആം പ്രൗഡ് ഓഫ് യു. അപ്പോൾ പിന്നെ ഞാൻ ഇതെന്റെ അൺഫെയർ ആണ്, ഇത് വളരെ മോശമാണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അത് അവരുടെ ഷോ ആണ്. ബിഗ് ബോസിന്റെ ലൈക്ക് ഏഷ്യാനെറ്റിന്റെ ഷോ ആണ്, ജിയോ ഹോട്ട്സ്റ്റാറിന്റെ ഷോ ആണ്. സോ അവർക്ക് ഡിസൈഡ് ചെയ്യാം എന്താന്ന് വെച്ചാൽ. നിനക്ക് നല്ല വിഷമമുണ്ടല്ലേ? പിന്നില്ലാണ്ട് എന്തോരം പ്രതീക്ഷയായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് നോട്ട് ചെയ്ത് പറയേണ്ട ഒരു കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എവിക്റ്റ് ചെയ്യുന്ന സമയത്ത് രഞ്ജനി ഹരിദാസ് പറയുകയുണ്ടായി, പൂജയെ പോലെ ഒരു കണ്ടസ്റ്റന്റിനെ ഞങ്ങൾക്ക് ടാറ്റ ഗുഡ് ബൈ പറഞ്ഞിട്ട് പറഞ്ഞു വിടാൻ പറ്റുമെങ്കിൽ ബാക്കിയുള്ള എല്ലാവരോടും ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നറിയാം. അതിനൊന്നും ഇല്ലേ? അതിനർത്ഥം എന്താ? അവിടെ തന്നെ ഞാൻ ജയിച്ചു. അതായത് അവർ ഉദ്ദേശിച്ചത് അത്രയും ഞാൻ സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണ്, ഒരു ഗുഡ് ഗെയിമർ ആണെന്നുള്ള രീതിയിൽ നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. വേൾഡിൽ ഇതുപോലെ ഒന്നേ ഉള്ളൂ. ഇവളെ ഉണ്ടാക്കിയ ശേഷം പടച്ചോനെ അച്ഛൻ ഉടച്ചു കളഞ്ഞു. ഞാനൊരു ഗുഡ് ഗെയിമർ ആണ്. എന്റെ പേഴ്സണാലിറ്റി ഞാൻ ഡേ 1 മുതൽ കാണിക്കുന്നുണ്ട്. പറയേണ്ട സമയത്ത് പറയുന്നുണ്ട്. അത് ഈ ഒരു 4 എപ്പിസോഡിൽ 3 പ്രോമോയിൽ ഞാൻ വന്നിട്ടുണ്ട്. ആണോ? ഭയങ്കര. ഫസ്റ്റ് ഡേയിലെ പ്രോമോയിലാണ് ഞാൻ അധികം സ്പേസ് ഇല്ലാതിരുന്നത്. 3 പ്രോമോയിൽ ഞാൻ വന്നിട്ടുണ്ട്. ഞാനൊരു പെർഫെക്റ്റ് BB മെറ്റീരിയൽ ആയിരുന്നു. ഈ എവിക്ഷൻ ഫെയർ ആണോ എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ മേ ബി ജഡ്ജസിന്റെ തീരുമാനത്തിന് ഞാൻ മാനിക്കുന്നു. അവരെന്നോട് പറഞ്ഞത് ഓവർ അഗ്രഷൻ ആണ് റീസൺ. ശരിയാവില്ല എന്ന് പറഞ്ഞ മാതിരി മനസ്സിലായോ? ആ ഒരു എപ്പിസോഡിന്റെ തുടക്കം വരെ റിയാസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ പേഴ്സണാലിറ്റി കാണിക്കാത്ത ആൾക്കാരെ ആണ് ഇന്ന് എവിക്റ്റ് ചെയ്യാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു. എന്റെ സൈഡിലേക്ക് എത്തിയപ്പോഴേക്കും പേഴ്സണാലിറ്റി കാണിക്കുന്നുണ്ട്, ഞാൻ ഗുഡ് ഗെയിമർ ആണ്. അപ്പൊ ഈ 2 റീസൺ പറയാൻ പറ്റില്ല. പിന്നെ പറയാനുള്ള റീസൺ പൂജ ഓവർ അഗ്രഷൻ ആണ്. ദേഷ്യപ്പെട്ടിട്ടല്ല ഞാൻ സംസാരിച്ചത്. ഞാൻ കാര്യങ്ങൾ കൃത്യമായി ചോദിക്കായിരുന്നു. എന്നോട് ഇങ്ങോട്ട് ഓവർ അഗ്രസീവ് ആയത് ജഡ്ജസ് തന്നെയാണ്. ബാഡ് വർക്കേഴ്സ് ബ്ലെയിം देयर ടൂൾസ് എന്ന് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്. അതുകൊണ്ട് സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ ഉപകരണങ്ങളിൽ പഴിചാരുക. സോ ഓവർ അഗ്രസീവ് എന്നുള്ളൊരു ടാഗ് തന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഓവർ കോൺഫിഡന്റ് എന്നോ ഓവർ ഷോ എന്ന് വരെ പറയായിരുന്നു. എനിക്ക് അതൊന്നും കുഴപ്പമില്ല. ഓവർ അഗ്രസീവ് എന്ന് പറഞ്ഞൊരു ടാഗിൽ എന്നെ ഔട്ടാക്കിയത് ശരിയായില്ല. എന്നെ ജഡ്ജ് ചെയ്ത ആൾക്കാർ എന്നെ ഓവർ അഗ്രസീവ് ആയിട്ട് കാണിച്ച കുറെ സീനുകളുണ്ട്, നിങ്ങൾക്കറിയാം. ബട്ട് സ്റ്റിൽ ദേ പോയിന്റ് മീ ആസ് ലൈക്ക് ഓവർ അഗ്രസീവ്. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. എനിക്ക് അറിഞ്ഞൂടാ മനഃപൂർവ്വം എന്നെ ടാർഗറ്റ് ചെയ്താണോ, ഐ ഡോണ്ട് നോ. എവിടെയോ എന്തോ കുഴപ്പമുണ്ടല്ലേ. എന്റെ വേലയല്ലേ ഇതെല്ലാം. സത്യം പറയണം. സത്യം പറയണോ? ആ പറയണം. വേണോ? ഒരു പൂജ എന്ന് പറഞ്ഞ കൊച്ചിനെ ഭയങ്കരമായിട്ട് ചേച്ചി ആ കൊച്ചു അത് ഡിസേർവ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇറ്റ്സ് ഓക്കേ, ഇതൊരു ഷോ അല്ലേ. പൂജയ്ക്കും എന്നോടും എനിക്ക് പൂജയോടും പേഴ്സണൽ ആയിട്ട് ഒന്നും ഇല്ലല്ലോ. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. പൂജ അവിടെ വന്ന് പൂജയുടെ ബെസ്റ്റ് പൂജ ചെയ്തു. അത് ചില കാര്യങ്ങൾ നമുക്ക് ആസ് ജഡ്ജസ് അത് കറക്റ്റ് ആണെന്ന് തോന്നിയില്ല. അങ്ങനെ പറയരുത്. പൂജ റിയാക്ട് ചെയ്യുന്ന ഒരാളാണ്. പൂജയുടെ സ്ട്രാറ്റജിയാണ്. പൂജ അത് ചെയ്തു. പക്ഷെ ടോട്ടാലിറ്റിയിൽ വന്നപ്പം അങ്ങനത്തെ ഒരാള് ബിഗ് ബോസ് വീട്ടിലേക്ക് പോകണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അത്രേ ഉള്ളൂ. തന്നല്ലോ, തന്നു, കിട്ടിയല്ലോ, കിട്ടി, ഓക്കെ. അപ്പൊ ഞാൻ പോട്ടെ.